ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ നിർണായകമായ തമിഴ് തോട്ടം തൊഴിലാളികളുടെ വോട്ട് ഉറപ്പിക്കുന്നതിനായി മത്സരിച്ചുള്ള പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. ആവേശം പകരുന്ന വരവേൽപ്പാണ് സ്ഥാനാർത്ഥികൾക്ക് തോട്ടം മേഖല നൽകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉത്സവമാക്കി മാറ്റുകയാണ് ഇടുക്കിയിലെ തോട്ടം മേഖല. ഇടുക്കി ജില്ലയിലെ അതിർത്തി മേഖലകളായ ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം താലൂക്കുകളിലെ തമിഴ് തോട്ടം തൊഴിലാളികളുടെ വോട്ടുകൾ ഏറെ നിർണായകമാണ്. ജയപരാജയങ്ങളുടെ വിധിയെഴുതുന്നത് ഇവരുടെ തീരുമാനമാകും. അതുകൊണ്ട് തന്നെ ഈ വോട്ടുറപ്പിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഏറ്റവും ഒടുവിൽ പര്യടനം ആരംഭിച്ച സംഗീത വിശ്വനാഥൻ ആദ്യം പര്യടനത്തിനെത്തിയതും തോട്ടം മേഖലയിലേക്കാണ്. തൊട്ടുപിന്നാലെ ഇടത് സ്ഥാനാർത്ഥി ജോയിസ് ജോർജും UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും തോട്ടം മേഖലയിൽ പ്രചാരണം ശക്തമാക്കി. അതിർത്തി മേഖലയിൽ സ്വാധീനമുള്ള DMKയുടെ പിന്തുണ കൂടി LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് ലഭിച്ചതോടെ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഇടത് ക്യാമ്പിനുള്ളത്. നമ്മളുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരവസരം കൂടി നൽകണമെന്നാണ് ഞാൻ വളരെ വിനയപുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ തോട്ടം മേഖലയിൽ നിന്ന് ആവേശകരമായ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും അത് ആത്മവിശ്വാസം പകരുന്നു എന്നതുമാണ് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. രണ്ട് ഗവൺമെന്റുകളും ജനദ്രോഹ നടപടികളുടെ പേരിൽ നാട്ടിലെ ജനങ്ങളെ ആകെ കഷ്ടപ്പെടുത്തുകയാണ്. അപ്പം അതിൽ ഒരു വ്യത്യാസം ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പര്യടനം വലിയ ആവേശകരമായ ഒരു മുന്നേറ്റമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തമിഴ് വംശജർ അധികമായിട്ടുള്ള തോട്ടം മേഖലയിൽ ഉയർന്ന ഇരട്ട വോട്ടിനെതിരെ പരാതിയും പ്രതിഷേധവും ഉന്നയിച്ച UDF നേതാക്കൾ മുമ്പ് രംഗത്തെത്തിയിരുന്നു. തൊട്ടുപിന്നാലെ വോട്ട് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിയെ ചോദ്യം ചെയ്ത CPIM-ഉം LDF-ഉം രംഗത്തെത്തി. എന്നാൽ ഏറെ വിവാദമായി വന്ന വിഷയത്തിൽ ഇപ്പോൾ ഇരു മുന്നണികളും പ്രചരണ ആയുധമാക്കുവാനോ പ്രതികരിക്കുവാനോ നിൽക്കുന്നില്ല. വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന ഭീതിയാണ് ഇതിന് കാരണമെന്ന ആരോപണമാണ് NDA ഉന്നയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.